ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വീണ്ടും പുതിയൊരു ചലഞ്ചുമായി വന്നിരിക്കുകയാണ്. എന്താണ് ചലഞ്ച്? ഗുഡ് ഓർ ബാഡ് ചലഞ്ച്. യെസ്, ഗുഡ് ഓർ ബാഡ് ചലഞ്ച്. അതായത് ഞങ്ങൾ ഈ ഒരു ബൗളിൽ കുറച്ച് ആൽഫബറ്റ്സ് എഴുതിയിട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഓരോന്ന് ചൂസ് ചെയ്യും. ആ വരുന്ന ആൽഫബറ്റിൻ്റെ ഒരു ഗുഡ് ഫുഡും ഒരു ബാഡ് ഫുഡും ഉണ്ടാവും. അതിവിടെ കൊണ്ട് അടച്ചു വെക്കും. നമുക്കിഷ്ടമുള്ള ബൗള് ചൂസ് ചെയ്യാം. ഇപ്പോൾ ആദ്യം ഞാൻ ചൂസ് ചെയ്യുന്നെങ്കിൽ അടുത്ത റൗണ്ടിൽ ഇവിടെ ചൂസ് ചെയ്യും. എന്നിട്ട് അതിൽ എന്താണോ വരുന്നത് അത് കഴിക്കാം. അപ്പോൾ കുറച്ച് നല്ല ബാഡ് ഫുഡ്സ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ചൊക്കെ അറിയാം, ഇവർക്കൊന്നും അറിയത്തില്ല. അതെ, ഞാൻ പ്ലാൻ ചെയ്ത് മേടിച്ചു. പക്ഷേ പ്ലാൻ ചെയ്താൽ എന്താ എനിക്ക് തന്നെ ബാഡ് വരും എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. എനിക്ക് തന്നെ ബാഡ് വരും. ഞാൻ ഇതൊരു ചലഞ്ചും ചെയ്യിച്ചില്ല, അറിയാമോ? അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ ഞാൻ തോക്കും. ഓക്കെ, അപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആൽഫബറ്റ് സെലക്ട് ചെയ്യാം. നാളെ സെലക്ട് ചെയ്തോളൂ. എന്തായിരിക്കും എന്തോ. പി. ഓ, എൻ്റെ പേര് വെച്ച് തന്നെ വന്നു, പി. ഓക്കെ ഗൈസ്, നമുക്ക് പി കിട്ടിയിട്ടുണ്ട്. പി വെച്ചുള്ള ഗുഡും ബാഡും ഫുഡും നമുക്കിപ്പം നമ്മുടെ ആള് എടുത്തിട്ട് വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡിയാണോ ആള്? യെസ്. ഓക്കെ ഗൈസ്, പി വെച്ചുള്ള ഗുഡ് ഫുഡും ബാഡ് ഫുഡും വന്നിട്ടുണ്ട്. ഇതിലേതാണ് ഗുഡ്, ഇതിലേതാണ് ബാഡ്? ഞങ്ങളുടെ പുതിയ കാസ്ട്രോൾ കാറ്റഗറി. ഓക്കെ, അപ്പോൾ ഇതിലേതാണെന്ന് അറിയില്ല. ഞാൻ സെലക്ട് ചെയ്യാം. ഞാനല്ല എടുത്തത്, അപ്പം ഞാൻ തന്നെ. ഓക്കെ, അപ്പോൾ അടുത്ത റൗണ്ടിൽ ഞാൻ ആൽഫബറ്റും എടുക്കും, ഞാൻ ചൂസും ചെയ്യും. ഓക്കെ, മാളു ചൂസ് ചെയ്തു. മാളുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്ന മാളു എടുത്തു. സാരില്ല ഗൈസ്, സാരില്ല. എനിക്ക് എന്തായാലും ഞാൻ പറയട്ടെ, 3, 2, 1 പറയും. അപ്പോൾ ഗുഡ് ഓർ ബാഡ് ചാലഞ്ചിലെ ഫസ്റ്റ് ആൽഫബറ്റിലേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് ഞാൻ തുറക്കാം. 3, 2, 1 പറയുമ്പോൾ ഒരുമിച്ച് തുറന്ന് അതേയാണ് ഇരിക്കാൻ പോലും. 3, 2, 1. മാളു, എന്താ നിനക്ക് വന്നത്? പി ഫോർ പിക്കിൾ. എനിക്ക് വന്നിരിക്കുന്നു പി ഫോർ പൈനാപ്പിൾ. കുപ്പിയും കൂടി. ഓക്കെ, അപ്പൊ മാളു പിക്കിൾ കഴിക്കുന്നു, ഞാൻ പൈനാപ്പിൾ. കഴിക്കും. ചുമ്മാ ആക്ഷൻ അവിടെ കഴിക്കണം. അല്ല, എക്സ്പയർ ഡേറ്റ്. പൈനാപ്പിളിന്റെ ടേസ്റ്റ് നോക്കട്ടെ. ഇത് നമ്മളിപ്പം അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിക്കാം അങ്ങോട്ട്. പിക്കിൾ കഴിക്കാൻ അവർക്ക് കുഴപ്പമില്ല. ഉപ്പ് കൂടുതലാ, ഒരു പുളിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഈ പിക്കിൾ കൊള്ളാത്ത പിക്കിൾ. അടിപൊളി പൈനാപ്പിൾ. വേണോ നമുക്ക് തിന്നോ? ഓക്കെ, ഭയങ്കര ഉപ്പ് വേണം. ബ്രാൻഡ് കളിക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പം ആദ്യത്തെ നമ്മൾ ജയിച്ചിരിക്കുന്നത്. എനിക്കൊരു പോയിന്റ് ഉണ്ട്. പോയിന്റ് നോക്കാം. അപ്പം ആർക്കാ ലാസ്റ്റ് ജയിക്കുന്നതെന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത ആൽഫബറ്റ് ഞാൻ എടുക്കാൻ പോകാം. ഒരു ടെൻഷൻ. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഡി ആണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. ഡി. ഓക്കെ, അപ്പോൾ ഗൈസ് ഡി വെച്ചുള്ള നല്ലത് ചീത്തയും വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഡി വെച്ചുള്ള എനിക്ക് നല്ലത് കിട്ടുമോ അറിയില്ല. ഓക്കെ, ഞാനാണല്ലോ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ സെലക്ട് ചെയ്യണം. എനിക്കൊരു കൺഫ്യൂഷനുണ്ട്. ഞാൻ ഏതെടുക്കും? അരി ചക്കരപ്പട്ട. ഓ, ഞാൻ എൻ്റെ അടുത്ത് ഇരിക്കുന്ന തന്നെ എടുക്കാം ഗൈസ്. ഞാൻ പെട്ടു ഈ പ്രാവശ്യം, എനിക്കത് മനസ്സിലായി. ഓക്കെ, 3, 2, 1. ഞാനിങ്ങനെ തിന്നു. ഡോണറ്റ്. ഞാൻ അത് എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. കുറച്ച് വെച്ചേക്കണേ. ഞാൻ മൊത്തം കഴിക്കും. ഇതെങ്ങനെ തൊലിയും കഴിക്കണോ? എല്ലാം വേണ്ടി വരും. അയ്യേ, തിന്നണം. കൊള്ളൂല. ഒരുമാതിരി പച്ച ഇല പോലെ ഇരിക്കണത്. വാവ്, ചോക്ലേറ്റ്. കറി വെച്ച് തന്നാ പോരായിരുന്നോ? കറി വെച്ചോ? ഓ, ഇത്ര വൃത്തിയുടെ സാധനമായിരുന്നോ?
ഓ കുറച്ച് ഡോണറ്റ് വെച്ചേക്കട് ഫുള്ള് തിന്നണമെന്നൊന്നില്ല. പക്ഷെ അത് കൊണ്ടുവരണം. മതി. മതി ഇനി തിന്നാൻ പറ്റൂല. ഓക്കെ വായിന്ന വൃത്തിയായിട്ട് ടേസ്റ്റ് അങ്ങോട്ട് പോകുന്നേ ഇല്ല. അടുത്ത് എനിക്ക് നല്ലത് ഉണ്ടായിരുന്നു. ഓക്കെ അടുത്ത ആൽഫബറ്റ് മാള എടുക്കട്ടെ. യെസ് ഈശ്വര പെട്ടെന്നാവട്ടെ സമയമില്ല. എന്താ ഇത് എന്നെ കൂടെ കാണിക്കേ. സി ഓക്കെ ഗൈസ് സി വെച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ സാധനം വരട്ടെ ഗൈസ്. സി വന്നിട്ടുണ്ട്. എനിക്ക് ചെറിയ ടെൻഷനുണ്ട് സിക്ക്. അത് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്ക് തോന്നുന്നു എനിക്ക് പറയണ്ട. സി വെച്ച് എനിക്ക് നല്ലത് ഏതാണെന്ന് എനിക്കറിയാം, പക്ഷെ ബാഡ് ഏതാണെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. നല്ലത് എനിക്ക് ഫസ്റ്റ് ഇതിലായിരുന്നു നല്ലത്, സെക്കൻഡ് ടൈം ഇതിലാണ് നല്ലത് വന്നത്. അപ്പൊ തേർഡ് ടൈം ഇതിലാന്ന് വിചാരിക്കുന്ന വെച്ച് ഇവര് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യും. സോ ഇതിൻ്റെ ഗൈസ് എനിക്ക് വീണ്ടും പണി കിട്ടില്ല തോന്നുന്നു. എടുക്കട്ടെ. 3, 2, 1. ഇതെന്തുവാ മുളക് പൊടി കൊണ്ട് വെച്ചേക്കുന്നത്? ഓ കാൽബറി ഡയറി മിൽക്ക്. ഓ അതാണല്ലേ സി. ഇല്ല ചോക്ലേറ്റ് ഒന്നും പ്രതീക്ഷിക്കാം. അത് ഞാൻ ഓർത്തില്ല. അയ്യോ മുളക് പൊടി എങ്ങനെ കഴിക്കും? ഇത് ഈ പണികളെല്ലാം അവസാനം എനിക്ക് തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നു. എല്ലാരും ഞാൻ കഴിക്കുന്ന നിറയെ നോക്കിയിരിക്കാന്നു. വെള്ളമൊക്കെ എടുത്ത ആദ്യമായിട്ട് മുളക് പൊടി കഴിക്കാൻ പോകുന്നത്. ഇങ്ങനെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ പറ്റൂ. കഴിക്കും തരാടി നിനക്ക് മണി. എനിക്ക് 2 പോയിട്ടായേ. എനിക്ക് കഴിക്കാൻ വേണ്ടിയാവുന്നു. ഇച്ചൊരു ചോക്ലേറ്റ് മുക്കി തന്നെ ഞാൻ. എന്താ നീ ചോക്ലേറ്റ് കഴിക്കേ. ഹലോ മുഴുവൻ തിന്നു. പായില് വെക്കോ? എരിവുണ്ടോന്നൊക്കെ അറിയണ്ടേ? എരിവുണ്ട്. വേണോ? ടേസ്റ്റ് ചെയ്യണോ? തിന്ന്. കുഴപ്പമില്ല. മതി വെള്ളം കുടിക്കാം. ഇത് മതി ചോക്ലേറ്റ് തിന്നത്. എനിക്ക് ഞാനല്ലേ തോന്നേ എന്തു അടിച്ചിട്ട് എനിക്ക് വെച്ചേക്കായിരുന്നു നിനക്ക് പോകത്തോണ്ട്. ഓക്കെ ഗൈസ് അടുത്ത ആൽഫബറ്റിലേക്ക് പോവാം. ഗൈസ് അങ്ങനെ മുളക് പൊടിക്ക് ശേഷം നമ്മൾ അടുത്ത ഇതിലേക്ക് വന്നേക്കാണ്. ഇതിൽ ഞാനാണ് ആൽഫബറ്റ് എടുക്കേണ്ടത്. ദൈവമേ ഇതിലെങ്കിലും എനിക്ക് നല്ലത് വേണേ. ചേച്ചിക്ക് 1 എനിക്ക് 2. എച്ച് ആണ് ഗൈസ് വന്നിരിക്കുന്നത്. എച്ച് വെച്ച് എന്താണോ എച്ചാണ്. അയ്യോ സോറി എച്ച് അല്ലാതെ ഐയാണ്. ഇങ്ങനെ എഴുതിയപ്പോ എച്ച് ഇങ്ങനെ വായിക്കുമ്പോ ഐ വെച്ചിട്ടുള്ള സാധനം വരട്ടെ. ഗൈസ് അപ്പോൾ ഐ വന്നിട്ടുണ്ട്. എനിക്ക് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. കിട്ടുന്നത് കിട്ടട്ടെ അല്ലേ. എന്തായാലും കഴിക്കണം. ചേച്ചി ചോക്ലേറ്റ് എന്നിട്ട് നല്ല സൂചിച്ചങ്ങ് ഇരിക്കുക. ഞാനാണ് സെലക്ട് ചെയ്യേണ്ടത്. എനിക്ക് എപ്പോഴും സെലക്ഷൻ പ്രോസസ്സ് വരുമ്പോഴാണ് കൺഫ്യൂഷൻ. നീ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സമാധാനം വരും. എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്യണം. ഓക്കെ ഞാൻ എൻ്റെ നേരെ ഇരിക്കുന്ന തന്നെ സെലക്ട് ചെയ്യാം. എന്തായാലും ഞാൻ തിന്നണമല്ലോ പൊട്ടസാരി. ഓക്കെ 3, 2, 1. ഗൈസ് ഞാൻ പിന്നെ എന്താ എനിക്ക് മാത്രം പിന്നെ ഇങ്ങനെ വരുന്നത്? ചേച്ചി തന്നെയാട്ടോ ചൂസ് ചെയ്ത. ഇതൊരു കള്ളക്കളിയേ ഇല്ല. എല്ലാം പോയി മേടിച്ചതും ചേച്ചി, പണി മേടിക്കുന്നതും ചേച്ചി. കോവയ്ക്കയുടെ ഇംഗ്ലീഷിൽ എന്തോ ഒരു ഐ വെച്ചുള്ള പേരാ. അടിച്ചിട്ട് എനിക്ക് വെച്ചില്ലെങ്കിലാ മാളു ഫുള്ള് തിന്നാൻ പറ്റൂല. 2 സ്പൂൺ തിന്നാൻ മതി. ചേച്ചിയുടെ ട്രെയിനറിന്റെ നമ്പർ. ട്രെയിനർ ഈ ഒരു റൗണ്ടിലേക്ക് എന്നോട് ക്ഷമിക്കണം. പറ്റൂല.
അത്രയും മതി, ബാക്കി ആ ഫ്രിഡ്ജ് വെച്ചിട്ട്. ചേച്ചിയിലെ ജിമ്മിലെ ട്രെയിനർ ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചി ജിം ഇതുവരെ കഴിച്ചില്ല. ആദ്യത്തെ ദിവസം ജിലേബി തിന്നു, അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ദിവസം ഞാൻ കഴിച്ചു, മെൽറ്റായി. ഇതെന്താ പ്രശ്നം, ഇതിന് കറയുണ്ട് ഈ കോവയ്ക്ക്, അതാണ് പ്രശ്നം. വെള്ളമായി, ഐസായിട്ട് പോയി. ബാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് കഴിക്കാം. അപ്പൊ നിനക്ക് എത്ര പോയിന്റ്? 3. ചേച്ചിക്ക് 1. ഓക്കെ. അപ്പൊ അടുത്ത ആൽഫബറ്റിലേക്ക് പോവാം. ഇനി എത്ര എണ്ണം ഉണ്ട്? ഇനി ഒരു 5-6 എണ്ണം ഉണ്ട്. ഇപ്പൊ 4 എണ്ണല്ലേ കഴിഞ്ഞോളൂ. അപ്പൊ 3 പോയിന്റ് 1 പോയിന്റ് അങ്ങനെ ഞാൻ എടുത്തു. ഓക്കെ. ബി. ബി വെച്ച് എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത് അറിയില്ല. ബി വരട്ടെ ഗൈസ്. അപ്പൊ അടുത്ത വന്നേക്കാണ് ജി. എന്തായിരുന്നു? ബി വന്നേക്കാണ്. ബി മാള് സെലക്ട് ചെയ്യും. എനിക്ക് ഒരു കുഴപ്പമില്ല, ബിക്കോസ് എനിക്ക് പണികൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പണി ഏറ്റു വാങ്ങാൻ ഞാൻ വീണ്ടും ഇവിടെ വന്നിരിപ്പുണ്ട്. ഓക്കെ, എടുത്തോ. എനിക്ക് 2 വേണം. എടുത്തോ, 2 എടുത്തോ, പെട്ടെന്നാവട്ടെ. പെട്ടിയൊക്കെ തട്ടി നോക്കി. ഇയാൾ എന്തോന്ന് കാണിക്കുന്നത്? കള്ളക്കളി കാണിക്കാൻ നോക്കിയേ. എടുത്തല്ലോ മാളു അത് എടുത്തു. എങ്കിത് ബൗളിൽ തൊട്ട് നോക്കിയൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ വെയിറ്റ് ഒക്കെ നോക്കി എടുക്കുവാണ്. കള്ളക്കളി കളിക്കല്ലേ. എല്ലാവരും കള്ളക്കളിയാ. ചേച്ചി നീ തുറക്ക്. എന്താണ്? ഭാഗ്യ. ബ്രൗണി. ഐസ്ക്രീം തീർന്നുപോയി. അതും കൂടെ ഇതിന്റെ ഒരുപാട് ഇതാക്കണ്ട, അങ്ങോട്ട് തിന്നേ. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ പച്ച പാവയ്ക്ക കഴിക്കാൻ പോകുന്നത്. എനിക്ക് എന്തിന്റെ കേടുണ്ടായിരുന്നു? നിനക്ക് എന്തിന്റെ കേടാ? ഓ മൈ ഗോഡ്, കടിച്ചില്ല, വായി വെച്ചതേ ഉള്ളു, അപ്പോഴേ കയ്പ്പ്. എണ്ണ ഫുള്ള് തിന്നോ? ഇത് പറ്റും തോന്നില്ല എന്നെ കൊണ്ട്. ഈ മധുരം മുഴുവൻ എനിക്ക് തല ഷുഗർ കൂടുമെന്തോ. അപ്പൊ എന്തായിരുന്നു? ഓ ബ്രൗണി. ഞാനിത് കുറച്ച് കഴിച്ചു കേട്ടോ. ഇല്ല ഒന്നോടെ കഴിച്ചു. ഞാൻ വെള്ളം കുടിച്ചത് ഭയങ്കര ഉപ്പും വെള്ളം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിറക്കാൻ ഗുളികയല്ലേ. വാവ്, ഇതെന്ത് സാധനമാണെന്ന് പോലും മനസ്സിലാവില്ല. തിന്നി ഞാൻ കഴിച്ചു. അടുത്തതിൽ എനിക്ക് നല്ലത് കിട്ടും. ഹൈസ് തിന്ന് ഞാൻ ക്ഷീണിച്ചു. എൻ്റെ വായൊക്കെ കഴിക്കുന്നത്. എനിക്കിപ്പോൾ 4 പോയിന്റും ചേച്ചിക്ക് 1. അതെ, അടുത്ത ഞാനാണ് എടുക്കേണ്ടത്. ഞാൻ എടുക്കാണ്. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇതെന്താണ്. എഫ് ആണ് ഗായ്സ് വന്നിരിക്കുന്നത്. എഫ് വെച്ച് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ ഗായ്സ്, അടുത്ത ആൽഫബറ്റ് വന്നിട്ടുണ്ട്. എഫ് അല്ലേ? ഞാനല്ല സെലക്ട് ചെയ്യേണ്ടത്. നേരത്തെ മാളു ഇങ്ങനെ ഒരു പാത്രം എടുക്കണോ, ഇങ്ങനെ ഒരു പാത്രം എടുക്കണോ, എല്ലാം കാണിച്ച ആക്ഷൻ. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഇത് അതെന്താന്ന് പറയാമോ, 2 പാത്രത്തിന്റെ 2 വെയിറ്റാ, അതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് എന്തായാലും പണികൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്ത് എടുക്കണമെന്ന് എനിക്ക് അറിയില്ല. എടുക്കണോ? ഓക്കെ, ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന എടുക്കും. അതിനകത്തായിരിക്കും നല്ലതെന്ന് വരുന്നത്. ഇന്ന് നല്ലത് അതിനകത്തായിരിക്കും. ഓക്കെ, ഞാൻ എടുത്തു. 3, 2, 1. എന്താണ് ഗൈസ്? പെരുപെരി ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഗൈസ് ഇത്. എനിക്കിതാ രണ്ടാമത്തെ നല്ലത്. ഞാൻ ആസ്വദിച്ച് തിന്നട്ടെ. അതെന്താ? അയ്യോ, അത് നോക്കിയില്ല നമ്മൾ. എന്താ അത്? പൊക്കു കാണിക്കൂ. ഇതിന് എന്താ പറയുന്നത്? ഉലുവ. എന്താ ഉലുവ? ഓ ഉലുവ കഴിച്ച പാടോ. നല്ലതാ ഉലുവ, ആരോഗ്യത്തിന് നല്ലതാ. നല്ല മുത്തുമണി പോലെ ഇരിക്കുന്നു കഴിച്ചോ. ഇത് എനിക്ക് പൊട്ടിച്ചാണ് മസാല. നല്ല ഫ്രഞ്ച് ഫ്രൈസ് ആണെന്ന് തോന്നി. ഇത് ആക്ച്വലി മറ്റേ എന്താ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫ്രഞ്ച് ഫ്രൈസ് അല്ല, വാങ്ങിയതാ. 2 പോയിന്റ്, 4 പോയിന്റ്. എവിടെ? ഇത് പെരി പെരി മസാലയുണ്ട്.
പിന്നെ മിക്സ് ചെയ്യണം, ഞാൻ ചെയ്തു തരാം. വേണ്ട, എനിക്കറിയാം. നല്ല മണം. അടിപൊളി, നല്ല മസാല. ഫുള്ള് തിന്നണമെന്നാണ് ആള് പറഞ്ഞിട്ടുള്ള. അതായത് കിട്ടുന്ന എല്ലാവരും ഫുള്ള് തിന്നണം. ഇറങ്ങിപ്പോണില്ലല്ലോ പണ്ടാരോ. ഞാൻ വെള്ളം കുടിച്ചോ. ഞാൻ നിന്നക്ക് ദേ ഇല്ലാത്തവളല്ല, നീ വെള്ളം കുടിച്ചോ. ഗുളിക കഴിക്കണ പോലെ കഴിക്കാം. ഓക്കെ, കഴിച്ചു. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ആൽഫബറ്റ് തന്നെ എടുക്കാം അല്ലേ? ഇപ്പം തന്നെ തിയേറ്റർ ടേസ്റ്റ്. അടുത്ത ആൽഫബറ്റ് എടുത്തോ. മാളുവാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒരു കയ്പുണ്ട് ചെയ്യും തിന്നോക്കി. വേണ്ട, എന്റെ എല്ലാം നീ തിന്നോ. കൊണ്ട് പോവാ എടുത്തോണ്ട്. മനുഷ്യൻ ഒരു റൗണ്ട് നല്ലത് കിട്ടണത്. അടുത്ത ആൽഫബറ്റ് എടുക്ക്, സമയമില്ല. കുളിച്ച്. ഓക്കെ, നടക്കാം. എടുത്തോ. നേരത്തെ ഞാനല്ലേ എടുത്തേ. ജിയുടെ സാധനം വരട്ടെ. അപ്പൊ ജി വെച്ചിട്ടുള്ള വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നോക്കാം. എനിക്ക് പേടിയാവുന്നു, എനിക്ക് എന്റെ പണി കിട്ടും. ഓക്കെ, മാള് സെലക്ട് ചെയ്തിട്ട് ജി. മാള് പെട്ടിയുടെ സൗന്ദര്യം നോക്കിയില്ല, ഇങ്ങനെ അങ്ങോട്ട് സെലക്ട് ചെയ്തേ. കഴിഞ്ഞ തവണ ഏതിലായിരുന്നു നല്ലത്? അത് ഓർമ്മയില്ല, മറന്നുപോയി. രണ്ടും കൈ വെച്ചെങ്കിൽ രണ്ടും കഴിക്കും. നിക്ക്, ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കട്ടെ. ഓക്കെ, 3 ഇത് നല്ലതാണ്. ചിത്രനെ അടുക്കും. ഞാൻ എടുത്തല്ലേ പറ്റുള്ളൂ. 3, 2, 1. എനിക്ക് ഒരിക്കും പന്ന കിട്ടാൻ പോണം. നീ ആദ്യം തുറക്കും. എക്സ്പെക്ട് ചെയ്തതില്ല. സാധാരണ എല്ലാ പടിയും എനിക്കായിരുന്നു വരുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്ന G for ഗുവയാണ്. മാളൂന് എന്താ കിട്ടിയെന്ന് അറിയില്ല, നോക്കട്ടെ. നോക്കാനൊന്നുമില്ല. ഓ, ജിഞ്ചർ ആരോഗ്യത്തിന് വളരെ നല്ലത്. കഴിച്ചോളൂ. ചെറിയ കത്തി തരുമോ? അത് മുറിച്ച് ജിഞ്ചറിന് വരെ ഗ്രീൻ ചില്ലി വെച്ചാൽ മതിയായിരുന്നു കേട്ടോ. ജിഞ്ചറിന് വരെ ഗ്രീൻ ചില്ലി മതിയായിരുന്നു. കാണാൻ പോലും ഇല്ല. നല്ലൊരു കടി അങ്ങോട്ട് കടിക്കും. ഞാൻ കടിക്കുന്ന കണക്കാ. അയ്യോ, ഈ കടി ഞാൻ നേരത്തെ കണ്ടില്ല. പക്ഷെ ഗ്രീൻ ചില്ലി വെച്ചാൽ മതിയായിരുന്നു നിങ്ങൾ. കഴിക്കും. വൈകാനല്ല, ചവച്ചന്നെ ചവക്കടി. കള. അപ്പൊ ഇപ്പൊ എനിക്ക് എത്ര പോയിന്റ്? 3 പോയിന്റ് എനിക്ക്. ഞാൻ എന്തൊക്കെ കഴിച്ചു? ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു, ഗുവ കഴിച്ചു. എനിക്ക് ചവച്ച് കഴിക്കുവാണ്. ചുമ്മാ വായിലിട്ട് വിഴുങ്ങുക. ചവയ്ക്ക് ഇട, വായിലിടും. ചവക്കടി. കഴിച്ചു. നാളെ കഴിച്ചില്ല. ഞാൻ കഴിച്ചു. ചവയ്ക്ക്. സൗണ്ട് കണ്ടിക്ക്. എന്നിട്ട് പല്ലിന്റെ സൗണ്ടാ കേൾക്കണം. ഇവളെങ്ങനെ ചവയ്ക്കണേന്ന് അറിയാമോ? നമ്മുടെ പറഞ്ഞേ, അവള് വിഴുങ്ങി. കള്ളക്കളി അവള് കളിക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ആൽഫബറ്റിലേക്ക് പോവാം. ഇവക്ക് 4 പോയിന്റ്, എനിക്ക് 3 പോയിന്റ്. ഇനി നമുക്ക് 3 റൗണ്ടും കൂടെ ഉണ്ട്. ഞാനല്ലേ എടുക്കണ്ടേ? ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്. എൽ എഴുതിയൊക്കെ തലതിരിഞ്ഞു. എൽ കിട്ടി ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ഞാനാണ് സെലക്ട് ചെയ്യേണ്ടത്. കുഴപ്പമില്ല, ഇവക്ക് 4 പോയിന്റ്, എനിക്ക് 3 പോയിന്റ്. സാരമില്ല, എന്നും കിട്ടാതിരുന്നല്ലോ. 3 പോയിന്റ് എങ്കിലും കിട്ടിയത് ഭാഗ്യം. 3 പോയിന്റ്. ഇനി നമുക്ക് ഇത് ഞാൻ ഇത് വീണ്ടും ഇതിലിട്ടാൻ തോന്നുന്നു, അത് മാറ്റാം. ഓക്കെ, അപ്പൊ സെലക്ട് ചെയ്യാം. ക്രീം. പണി തന്നെ മനസ്സിലായി. ഓക്കെ, എനിക്ക് അത് എടുക്കണമെന്നായിരുന്നു. ലഡു. ഇതിങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ കഴിക്കും. മുറിച്ചു കൊടുക്ക്. മുറിച്ചതാ, 2ആയിട്ട് മുറിക്കുക. അതിന്റെ നീര് ഞാൻ പിഴിഞ്ഞു കൊടുക്കും. ഇങ്ങ് കൊണ്ടുവാ. ഓ, നേരത്തെ ഇത്ര ഉത്സാഹം കണ്ടില്ലല്ലോ ഇഞ്ചി കഴിക്കാൻ നേരം. കടിച്ചോ ശരിയാവൂല, പോടോ. ചേച്ചി, നട്ട്സ് ഒക്കെ ഉണ്ട്. ഞാൻ കഴിക്കട്ടെ. മാറങ്ങോട്ട് ഗൈസ്. നാരങ്ങ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് മധുരം കൂടിയിട്ട് നാരങ്ങളും കുടിച്ച്. ലാസ്റ്റ് എന്താ കഴിച്ചതെന്ന് അറിയില്ല. ഭയങ്കര പുളി ഇത് കഴിച്ചപ്പോ
ഗുവ കഴിച്ചോണ്ടായിരിക്കും. മധുരം കഴിച്ചിട്ട് പെട്ടെന്ന് പുളി കഴിച്ചോ. കൊള്ളുക. നല്ലതാ. എനിക്ക് വല്ല ഷുഗറും വരുമല്ലോ. അതെ, ഞാൻ ഡയറ്റാണ് ഗൈസ്, അതുകൊണ്ട് എനിക്ക് മധുരം ഒന്നും കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എൻ്റെ ആശം കണ്ട് തന്നെ വഴക്ക് പറയും. കുറച്ചും ഐസ്ക്രീം തട്ടിപ്പറിച്ച് തിന്നായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി 2 റൗണ്ടും കൂടെ ബാക്കി വരിക. ഇപ്പൊ ഓൾറെഡി ഇവളാണ് ഇപ്പൊ ഓൾറെഡി ഇവിടെ ജയിച്ചിരിക്കുന്നത് അല്ലേ? അതെ. 5-3 ആയിട്ടാണ് നിൽക്കുന്നത്. ഈ 2 എണ്ണം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഈക്വലായിട്ട് ജയിക്കും, ഇല്ലെങ്കിൽ ഞാൻ തോറ്റു. ഓക്കെ, എൻ്റെ ലാസ്റ്റ് ആട്ടോ എടുക്കണേ. അതെ, അടുത്ത റൗണ്ട് ഞാൻ എടുക്കും. സിമ്പിൾ ആൽഫബറ്റ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് വെയിറ്റ് ഫോർ എ. നല്ലത് എ വന്നിട്ടുണ്ട് കേട്ടോ. ഇവള് എല്ലാം പാത്രമൊക്കെ കുലുക്കുന്നു. ഇവള് ഫുൾ എല്ലാം കള്ളക്കളിയാണ്. മമ്മി ഇവളെല്ലാം കുലുക്ക് നോക്കുവാ. എനിക്കറിയാം, ഇവള് ഓൾറെഡി അത് വന്നപ്പോ ഇട്ട് കുലുക്കി നോക്കി പാത്രം. ശരി. അല്ലല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ വച്ചൊന്ന് നോക്കണതാ. മതി, പിടിച്ചു നോക്കാൻ അകത്ത് അറിയാൻ പറ്റുമോ? മതി. നോക്കിയിട്ട് കണ്ണടിച്ച് പ്രാർത്ഥിച്ചു നോക്കി അതിന്റെ അകത്ത് എന്താന്ന് അറിയാൻ പറ്റും പാടില്ല. ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് അവിടെ സമയം പോണു. ഓക്കെ അല്ലേ? എടുത്ത് പോ. ഇത് വെയിറ്റ് ഉണ്ട്. ഞാൻ പെട്ടു. വെറൈറ്റി ആയിട്ട് എനിക്ക് പ്രാവശ്യം ജ്യൂസ് ആണെന്ന് തോന്നുന്നു കിട്ടിയിരിക്കുന്നത്. ജ്യൂസ് ഞാൻ എടുത്തോളാം. എന്താ ചേച്ചി പറഞ്ഞ മുഖത്ത് മുക്കണം. കുറച്ച് പാടി. ഇനി തിന്നോ കുറച്ച്. ഇന്ന് കഴിക്കുന്ന ആപ്പിള് കട്ട് ചെയ്യുമോ? ഞാൻ ഈ ടാസ്കിൽ തോറ്റതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ ജയിച്ചു. ഇത് നമ്മൾ ചെയ്ത എല്ലാ ചാലഞ്ചിലും ഞാൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ഓ പിന്നെ ഇല്ല ഞാൻ ജയിച്ചു. ഇനിയും ഒരുപാട് ചാലഞ്ചസ് വരാനുണ്ട്, അതിലൊക്കെ ഞാൻ ജയിക്കും. തിന്നാൻ കൊള്ളാം, തിന്നാ മതിയായിരുന്നു. തിന്നോ നിങ്ങളുടെ പോയാൽ മതി. അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് തിന്നണ്ടോ? ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ആൽഫബറ്റ് എടുക്കാം. ആൽഫബറ്റ് എടുക്കാനൊന്നുമില്ല, ലാസ്റ്റത്തെ ആണ്. ഓക്കെ ഗൈസ്, അടുത്ത ലാസ്റ്റ് ആൽഫബറ്റ് ഞാൻ എടുക്കാൻ പോവാം. എന്തുവാ? ഞാനും കാണട്ടെ. എസ്സിലെ സാധനം വരട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ചലഞ്ചിന്റെ അവസാന റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിപ്പം ഞാനാണിപ്പോ ജയിച്ചത്. ഇപ്പൊ എത്രയാ നിനക്ക് പോയിന്റ്? എനിക്ക് 5, ചേച്ചിക്ക് 3. 3? എനിക്ക് 6. നിനക്ക് ഇവക്ക് 6, ചേച്ചിക്ക് 4, എനിക്ക് 4. അപ്പൊ ഇത് ഒരെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചേച്ചിക്ക് 3. അതെങ്ങനെ ശരിയാകും? 6, 3 എത്രയാ? സാധനം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. സാധനം എത്തി, എസ് വെച്ചിട്ടുള്ള സാധനം എത്തി. ലാസ്റ്റ് റൗണ്ട് ആണ്, നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ 8, 3, 6, 3, 8. ചേച്ചി 9. ഇവളോ 8 പറഞ്ഞു. ചേച്ചി ആദ്യം 8 എന്നാട്ടോ പറഞ്ഞു. അപ്പൊ ഇവള് ഓൾറെഡി ജയിച്ചു. എന്നാലും ഈ റൗണ്ടിൽ ആർക്ക് കിട്ടും എന്ന് നോക്കാം. ഇതെടുക്കണോ? ഞാൻ എപ്പോഴും ഇത് എടുക്കുമ്പോ എനിക്ക് റോങ് സാധനങ്ങളാ വരാറ്. അവളുടെ ഭാഗത്താ നല്ല സാധനം ഇരിക്കുക. കുലിക്കൊക്കെ വെള്ളം ഇല്ലേ, ലാസ്റ്റത്തെ അല്ലേ പോന്നെ, പോട്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് മതി. പറ്റില്ല ഓരോരുത്തരുടെ എക്സ്പ്രഷൻ മാറണ. ഞാൻ എക്സ്പ്രഷൻ ഒന്നും നോക്കിയില്ല, ഞാൻ ഇങ്ങും നോക്കിയില്ല. അല്ലേ, എനിക്കിപ്പോ ടെൻഷനാണല്ലോ. എനിക്കറിയാൻ പാടില്ല ഇവരൊക്കെ ഒരുമാതിരി എക്സ്പ്രഷൻ. അല്ലെങ്കിൽ ഇനി എന്തായാലും ആവട്ടെ. എനിക്ക് എസ് കിട്ടിയിരിക്കുന്നത് സ്ട്രോബെറി. കണ്ടോ, എനിക്ക് എപ്പോഴും എന്റെ സൈഡിൽ ഇരിക്കുന്ന സാധനം മോശം സാധനം, ഇവരുടെ സൈഡിലെല്ലാം നല്ല സാധനം. ഇവർ എന്നെ ചീറ്റ് ചെയ്തു. ഇതിനും ക്വാളിറ്റി ഉണ്ട്. മഹാബറിയുടെ സ്ട്രോബെറി. ഇത് മഹാബറി അല്ല ഗൈസ്, ഇവള് മഹാബറിയിലാണ് വർക്ക് ചെയ്യുന്നത്. മഹാബറിയുടെ സ്ട്രോബെറി നല്ല സ്ട്രോബെറിയാ.
ചുമ്മാ നല്ല സ്ട്രോബെറിയാ ഞങ്ങൾ വാങ്ങിയായിരുന്നു. നല്ല എല്ലാവരും മഹാബറിയുടെ സ്ട്രോബെറി വാങ്ങിക്കാം അല്ലേ? നല്ല വലിയ നല്ല സ്ട്രോബെറി. അല്ലാത്ത സ്ട്രോബെറി ഒക്കെ ചീന സ്ട്രോബെറീസാ. ഓക്കെ, നമുക്ക് അതെന്തിനാ നമുക്ക് ഇത് ചെയ്യാം, കളിക്കും. ആ മാളൂന് കിട്ടിയത് കാണിച്ചു കൊടുക്കും. സോൾട്ടാണ് കിട്ടിയത്. ഇത് മുക്കി വേണത്. ഓക്കെ, എന്താ സ്പൂൺ? സ്പൂൺ കൊടുക്കട്ടെ. നല്ലപോലെ കഴുകിയ മാളു. ഞാൻ സ്ട്രോബെറി കഴിച്ചോക്കട്ടെ എങ്ങനെ ഉണ്ടാകുന്നു. കഴുകിയായിരുന്നോ? അത് നേരത്തെ ചില്ലി പൗഡർ കോരി തന്നല്ലേ? കഴിക്കും. കുറച്ചും കൂടെ കഴിക്കും. ഇതത് പോരാ, അത് പോരാ. പിന്നെ മുത്ത് കഴിക്കും. സ്ട്രോബെറി. ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. 6ഉം 5ഉം ഒരൊറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് ഇവള് ജയിച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ലേ? 6ഉം 5ഉം 6ഉം 4ഉം 6ഉം 4ഉം എവിടെ പോകുന്നത്? ചേച്ചോട് തുപ്പാൻ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് കണക്കൊക്കെ തെറ്റും. അതിനൊന്നും കുഴപ്പമില്ല. ചേച്ചിക്ക് കണക്കറിയില്ല ഗൈസ്. ഓക്കെ, എനിക്ക് 4 പോയിന്റ്, ഇവക്ക് 6 പോയിന്റ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. നല്ല ചലഞ്ച് ആയിരുന്നു മാളു. അതെ. രണ്ടുപേർക്കും പണി കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മള് ചേച്ചിക്ക് ശരി. നമുക്കിനി അപ്പൊ പുതിയ ഇതിലും നല്ല വെറൈറ്റി ചലഞ്ചസ് വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പൊ എന്റെ ചാനൽ പറയൂ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതെ, ഞാൻ ചേച്ചീനെ തോപ്പിക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഗൈസ്, എന്റെ സ്ട്രോബെറി കട്ടുകൊണ്ട് പോകുന്ന കള്ളൻ. ചേച്ചി ഇതിന് വലിയ ടേസ്റ്റ് ഇല്ല. ഞാൻ ടേസ്റ്റ് ഉണ്ടോ നോക്കിയതാ. ഞാൻ ചേച്ചിയുടെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ നോക്കിയോ? ടേസ്റ്റ് ഉണ്ടോ? നീ കഴിച്ചോ.